ഹായ് എല്ലാവർക്കും സുഖല്ലേ? മഴക്കാലമൊക്കെ ആണല്ലേ? അപ്പോൾ മുടിയുടെ കുറേ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കാം. മുടി കൊഴിച്ചിലായിരിക്കാം, അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആയിരിക്കാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നല്ല ഒരു വെളിച്ചെണ്ണയാണ്. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ പുറത്ത് നിന്ന് നമ്മൾ കുറേ വെളിച്ചെണ്ണകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ എന്തുകൊണ്ടും ഒരു മികച്ച ഒരു വെളിച്ചെണ്ണ തന്നെയാണിത്. നമുക്കിപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരുവിധം വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും അല്ലേ? വെളിച്ചെണ്ണ മുറുക്കുക, വെളിച്ചെണ്ണ കാച്ചുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തും കിട്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ പരിചയപ്പെടുത്താം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഒരുപാട് എന്താ പറയുക, ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളതല്ല, കെമിക്കൽസ് ഒന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേഗം തന്നെ പോവാം. പക്ഷെ അതിന് മുന്നൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ സോപ്പ് കഴിയുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക. ഒന്നെങ്കിൽ പയറുപൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് താളി ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വെളിച്ചെണ്ണയുടെ ഒരു വീഡിയോ ഇടുമോ, നീ ഏത് വെളിച്ചെണ്ണ ഉപയോഗിക്കണേ, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഉള്ള മുടീനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. അതിനൊരുപാട് കെമിക്കൽസ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കാം. അത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമായിട്ടോ വീക്കെൻഡിൽ ഉപയോഗിക്കുക, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നും ഇപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കുളിക്കണം എന്ന് ഇല്ല, കാരണം എല്ലാവർക്കും താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അധികം വർത്താനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണാം, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തുളസിയാണ്. ഇത് കൃഷ്ണ തുളസിയാണ്. തുളസി പല തരത്തിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൃഷ്ണ തുളസിയാണ്. തൃത്താവെന്നും ഇതിനെ പറയാറുണ്ട്. ചെറുതായിട്ടൊരു പിങ്കിഷ് കളർ കയറിയിട്ടുള്ള ആ തുളസിയാണിത്. അപ്പോൾ എല്ലാ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളുടെയും മെയിനായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് തുളസിയാണ്. നമ്മുടെ മുടിയിലെ തലയ്ക്ക് എണ്ണ പിടിക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വേപ്പിലയാണ്. വേപ്പില ഇതുപോലെ തന്നെ ഒരുപാട് ഫ്ലേവനോയിഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ എല്ലാ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരുവിധം എല്ലാ സ്കിൻ കെയർ പ്രൊഡക്റ്റിലും ഇതും ഒരു ആൾ തന്നെയാണ്, പ്രധാനപ്പെട്ട ആളാണ്. കെമിക്കൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ കൂടെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കപ്പെടുന്നതിൽ ഈ വക ഐറ്റംസ് എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്കത് വീടിൻ്റെ ചുറ്റുവട്ടത്തും കിട്ടുന്നതാകുമ്പോൾ നമുക്കത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അടുത്തത് വേപ്പിലയാണ്. വേപ്പില എന്ന് പറയുമ്പോൾ നമ്മുടെ തലയുടെ ഉള്ളിലേക്ക്, നമ്മുടെ തലയോട്ടിലേക്ക്, അവിടുത്തെ ഫോളിക്കിൾസിൻ്റെ ഉള്ളിലേക്ക് ബ്ലഡ് ഫ്ലോ നന്നായി കൂട്ടി കൊടുക്കാനാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേപ്പില നമുക്ക് മുഖത്തേക്കായാലും അതുപോലെ തലയിലേക്കായാലും നല്ലതാണ്. ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നത്തിനൊക്കെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗലൊക്കെ പ്രോപ്പർട്ടി ഉള്ള കാരണം നമ്മളിത് വളരെയധികം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കറിവേപ്പാണ്, ആര്യവേപ്പ് എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ നമുക്കറിയാം, തലയ്ക്ക് നല്ലൊരു തണുപ്പ് കൊടുത്തിട്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേരയാണ്. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലയിലുള്ളിലേക്ക് നന്നായി മസാജ് ചെയ്ത് ഇറക്കുമ്പോൾ അതിൽ ഒരുപാട് വൈറ്റമിൻസ് ഇറങ്ങാനായിട്ട് ഇടയുണ്ട്. കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം നമ്മുടെ കറ്റാർവാഴയിലുണ്ട്. അത് നമ്മുടെ തലയിലുള്ള ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്തിട്ട് പുതിയ സെൽസിനെ കൊണ്ടുവന്നിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒനിയനാണ്. ഒനിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സൾഫർ കണ്ടൻറ്റ് ഉള്ള വളരെ നല്ലൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. മുടി നര മാറ്റും എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നര മാറ്റില്ല, നര മാറ്റുന്നതായിട്ട് റിസർച്ചിലൊന്നും ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ സൾഫർ കണ്ടൻറ്റ് ഉള്ള കാരണം മുടിക്ക് നല്ല ബലവും നമ്മുടെ മുടി കൊഴിച്ചിലിനെ ഇല്ലാതാക്കുകയും ചെയ്യും. കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാം, കൊളാജൻ മുടിക്ക് നല്ല ആവശ്യമുള്ളതാണ്. അപ്പം കൊളാജൻ്റെ പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പം മുടിക്ക് സൾഫർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഇത് നല്ലതാണ്. ഇനി നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇനി നമ്മൾ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാതും ജാറിലിടുക.
കുറച്ച് കട്ട് ചെയ്തിട്ട് ഉള്ളിയും കറ്റാർവാഴയും കട്ട് ചെയ്തിട്ട് ഇടുക. ബാക്കിയെല്ലാം നമ്മൾ ഡയറക്റ്റ് ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. വളരെയധികം അരഞ്ഞില്ലെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും പ്രോബ്ലം ഇല്ല. നമ്മളിത് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് മൊത്തം വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ കറ്റാർവാഴ കട്ട് ചെയ്യുന്ന നമുക്കറിയാം സൈഡിലത്തെ ആ മുള്ള് പോലെയുള്ള ഭാഗം റിമൂവ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. വേണമെങ്കിൽ ആ ഒരു കോട്ടിൽ ഒരു സൈഡിലെ തൊലി റിമൂവ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ചിലതിൻ്റെ അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി ഇട്ട് മിക്സിയിൽ അടിക്കുക. അതൊക്കെ ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേസ്റ്റായിട്ട് വരും. അപ്പോൾ ഇനി ഈ പേസ്റ്റാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയിലിട്ട് തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ വെളിച്ചെണ്ണയിൽ ഇത് ഇട്ടിട്ടുണ്ട്. നന്നായി മൂപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒരു കുഴ തന്നെ ഇരുന്നിട്ടുണ്ടാവുക. അതിങ്ങനെ വെളിച്ചെണ്ണ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും. അതിൽ തരിതരിന്ന് തന്നെ നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ മുരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. ഇങ്ങനെ ഒരു ഡാർക്ക് കളറാവും. വീട്ടിലെ മുതിർന്ന ആൾക്കാർക്കൊക്കെ അറിയാം അതിൻ്റെ പാകം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. എല്ലാവരും ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.